തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോവുകയാണ് മഞ്ജു വാര്യർ എന്ന നടി. ഇപ്പോൾ മലയാള സിനിമയിൽ എന്നതല്ല, തമിഴ് സിനിമയിലും ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ലീഡിംഗ് ലേഡി സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുകയാണ് മഞ്ജു വാര്യർ. ബോളിവുഡിലേക്കും അരങ്ങേറാൻ പോകുന്നു. ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് മുൻപില്ലാത്തതിലുമധികം തിരക്കിലാണ് മഞ്ജു. അതിനിടയിൽ തൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി ടൂറും മറ്റ് യാത്രകളും ചെയ്യുന്നുണ്ട്. പക്ഷേ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൻ്റെ തുടക്കത്തിൽ മഞ്ജു വാര്യർ ഇങ്ങനെയായിരുന്നില്ല. എല്ലാവരുടെ മുന്നിലും ബോൾഡായി നിൽക്കുമായിരുന്നെങ്കിലും ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ചു കരയുന്ന മഞ്ജുവിനെ കണ്ടിട്ടുണ്ട് എന്ന് അന്ന് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് പറഞ്ഞിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് മഞ്ജു വാര്യരെ സാക്ഷിയാക്കിയാണ് ഒരു അഭിമുഖത്തിൽ റോഷൻ ആൻഡ്രൂസ് ഇക്കാര്യം പറഞ്ഞത്. മഞ്ജു തിരിച്ചു വരുന്ന ആദ്യത്തെ സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ടാണ് റോഷൻ ആൻഡ്രൂസ് പറയുന്നത്. പല അവസരത്തിലും മഞ്ജു എന്ന അഭിനേത്രി അമ്പരപ്പിച്ചിട്ടുണ്ട്. ലൊക്കേഷനിൽ ചില നേരത്ത് എന്തോ ആലോചിച്ചു നിൽക്കുന്നുണ്ടാവും. കണ്ണിൽ നിന്ന് താനെ വെള്ളം വരുന്നുണ്ടാവും. പല രംഗങ്ങളിലും ഗ്ലിസറിൻ ഇല്ലാതെ തന്നെ മഞ്ജു കരഞ്ഞിട്ടുണ്ട് എന്നാണ് റോഷൻ ആൻഡ്രൂസ് പറഞ്ഞത്. ഭർത്താവും മകളും മനസ്സിലാക്കാതെ പോയ നിരുപമ രാജീവ് എന്ന സ്ത്രീയെക്കുറിച്ചും അവരുടെ കഴിവിനെക്കുറിച്ചുമാണ് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ പറയുന്നത്. ഏറെക്കുറെ മഞ്ജുവിൻ്റെ ജീവിതവുമായി ഏറെ സാമ്യതകൾ ഉള്ള സിനിമയായിരുന്നു അത്.